ലാലേട്ടനോട് തന്നെ ഞാനൊരിക്കൽ ലാലേട്ടൻ്റെ പെണ്ണുങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് സ്ഥിരം ലാലേട്ടൻ ഇപ്പോൾ രജനീഷ് സംസാരിക്കുമ്പോഴും ആര് സംസാരിക്കുമ്പോഴും ഒരു കൗതുകത്തോടെ കേട്ട് നിൽക്കുന്ന പോലെ ലാലേട്ടൻ അന്ന് കേട്ട് നിൽക്കുകയും നിഷ്കളങ്കമായി എന്നോട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. ലാലേട്ടൻ്റെ സിനിമകൾ ഉണ്ടാക്കിയ സ്ത്രീയുടെ ഒരു പൊസിഷനിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ രജനീഷ് ക്ലാരയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. മലയാളം എപ്പോഴും വേശ്യകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയോട് നാം ചേർത്ത് നിർത്താൻ മടിച്ചിരുന്ന പലതരം പെണ്ണുങ്ങളുണ്ടായിരുന്നു മലയാള സിനിമയിൽ ഒരു കാലത്ത്. അക്കാലത്താണ് അഭിമന്യു സംഭവിക്കുന്നത്, അക്കാലത്താണ് ആര്യൻ സംഭവിക്കുന്നത്, അക്കാലത്താണ് സ്ഫടികത്തിലെ സിൽക്ക് സ്മിതയെ ചേർത്ത് പിടിച്ച് കൈ മുകളിലോട്ട് വെച്ച് ആടുതോമ നടക്കാൻ തയ്യാറാവുന്നത്, അക്കാലത്താണ് വർണ്ണപ്പകിട്ടുണ്ടാവുന്നത്. മലയാളത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ മാറ്റി നിർത്തിയ സ്ത്രീകളെ തൻ്റെ നായികയായി സ്വീകരിക്കാൻ തയ്യാറായ അങ്ങ് തിക്കുറിശി തൊട്ടിട്ട് ഇങ്ങോട്ടേക്കുള്ള മലയാള സിനിമയിലെ താരങ്ങളുടെ പട്ടിക നാം എടുത്തു നോക്കിയാൽ അതിൽ ലാലേട്ടൻ്റെ പട്ടിക വളരെ മുകളിലായിരിക്കും.